കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. തിരൂർ ബിയാൻകോ കാസ്റ്റലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം വികെസി ഗ്രൂപ്പ് എംഡി വികെസി റസാഖ് ഉദ്ഘാടനം ചെയ്തു. കാലാനുസൃതമായ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ് സിഒയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പതാക ഉയർത്തിയതോടെയാണ് സിഒഎ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം വികെസി ഗ്രൂപ്പ് എംഡി വികെസി റസാഖ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷമായി തുടരുന്ന ഒത്തൊരുമയാണ് സിഒയുടെ കരുത്തെന്ന് വികെസി റസാഖിന്റെ വാക്കുകൾ. 30 വർഷമായിട്ട് നിലനിൽക്കുന്ന സംഘടന, ആ സംഘടന അതിന്റെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടി നിങ്ങളുടെ എല്ലാ പരിപാടികളും നടത്തുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം പൊതുവെ നമ്മൾ സംഘടന ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തി അധിഷ്ഠിതമായിട്ട് താല്പര്യങ്ങളെല്ലാം അതിന് മേലെ വന്ന് സംഘടനയുടെ താല്പര്യം താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ പൊതുവിൽ കണ്ടുവരാറുണ്ട്. ഏതായാലും ഈ ഒരു സംഘടന അത് വളരെ കൃത്യമായി തന്നെ അത് പാലിച്ച് അതിന്റെ സംഘടനാ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. ബിസിനസ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി സിഒഎ മുന്നോട്ട് പോവുകയാണെന്ന് അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റ് ബദൽ എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഒന്ന്, നിലവിൽ ഞങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേബിൾ ടിവിക്കും ബ്രോഡ്ബാൻഡിനും പുറമെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സാധ്യതയായ ടൂറിസം മേഖലയിലേക്ക് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കടന്നുവരും. രണ്ടാമത്, IT മേഖലയിൽ കേവലം ബ്രോഡ്ബാൻഡും കേബിൾ ടിവിയും കൊടുക്കുന്ന സേവനത്തിനപ്പുറം IT ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ മേഖലകളിലേക്കും ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും. മൂന്നാമതായി പറഞ്ഞു, കാർഷിക മേഖലയിൽ ജനകീയ സംരംഭങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പദ്ധതികൾക്ക് കേരള വിഷൻ നേതൃത്വം നൽകും. നാലാമതായി പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാന വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം റൈറ്റ് ഓഫ് വേ നടപ്പാക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടപ്പാക്കാനുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 14ാം സമ്മേളനത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞ് 15ാം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയർത്തി തിരൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോ നെഞ്ചുവിരിച്ച് തലയുയർത്തി പിടിച്ച് നമുക്ക് പറയാം, നമ്മളത് പൊതുസമൂഹത്തോടും ഓപ്പറേറ്റർമാരോടും പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി മുഴുവൻ നടപ്പാക്കിക്കൊണ്ടാണ് 15ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് പറയാൻ നമുക്ക് കഴിയണം. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, സംസ്ഥാന സെക്രട്ടറി PS സിബി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും KCCL ചെയർമാനുമായ K ഗോവിന്ദൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K വിജയകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KV രാജൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും KCCL MDയുമായ PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രിജേഷ് അച്ചാണ്ടി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ M മൻസൂർ, PS രജനീഷ്, ബിജുകുമാർ എന്നിവരും പ്രസീഡിയത്തിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ 5000-ലധികം കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിനിധീകരിച്ച് 300ഓളം പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 4 ദിവസങ്ങളിലായി തിരൂരിൽ നടന്നുവന്ന സംസ്ഥാന സമ്മേളനത്തിന് നാളെ തിരശ്ശീല വീഴും. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.